സർഗപ്രയാണത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിന് ബ്ലൂ ഡ്രോപ്സ് കാണുന്നുണ്ടല്ലോ, അതിൽ ഓരോ ബ്ലൂ ഡ്രോപ്പും ഓരോ എർത്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. അപ്പൊ അതുപോലെ 13 lakhs ഓഫ് എർത്ത് കമ്പൈൻ ചെയ്താൽ ഒരു ഫുൾ സൺ ആവത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ 10548 എർത്ത് വെച്ചിട്ട് ക്വാർട്ടർ പോർഷൻ പോലും ആയിട്ടില്ല. ഇതുപോലത്തെ 13 lakhs ഓഫ് എർത്ത് വെച്ചാൽ മാത്രമേ ഒരു സണ്ണിന്റെ ഫുൾ ഓളി ആവത്തുള്ളൂ. അപ്പൊ ജസ്റ്റ് സണ്ണിന്റെയും മാത്രമേ ഒരു സൈസ് കമ്പാരിസൺ പറയുന്നതാണ്. നമ്മൾ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സ് കാണുന്ന രീതിയിലാണ്. നടക്കുമ്പോൾ മെറ്റാഫേസിലേക്ക് നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിക്സ് കണ്ടൻസ് ആയിരുന്ന ക്രോമസോൺസ് സിസ്റ്റർ ക്രോമാറ്റിക്സ് ആയിട്ട് മാറും. ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഇവരെന്ത് ചെയ്യും, നമ്മുടെ ക്രോമാറ്റിക്സിനെ 2 പോളിലേക്കായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയിട്ട് സൈറ്റോകൈനസിസ് എന്ന പ്രോസസ്സിലൂടെ സൈറ്റോപ്ലാസം ഫോം ചെയ്ത് 2 ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ് നമുക്ക് മൈറ്റോസിസിലൂടെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത്. ഇതേ പ്രോസസ്സാണ് നമുക്ക് മിയോസിസിൽ നടക്കുന്നത്. അവിടെ നമുക്ക് റിസൾട്ടന്റ് കിട്ടുന്നത് 4 ഹാപ്ലോയിഡ് സെൽസ് ആണ്. മൈറ്റോസിസിലും മിയോസിസിലും നമ്മൾ എടുക്കുന്ന ക്രോമസോണിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ മിയോസിസിൽ എടുക്കുന്ന ക്രോമസോൺ നമ്മുടെ പാരന്റ്സിന്റെ ക്രോമസോൺ ആയിരിക്കും. ഒന്ന് നമ്മുടെ ഫാദറിന്റെ, ഒന്ന് മദറിന്റെ. ആ ഒരു ക്രോമസോൺസ് വെച്ചിട്ടാണ് ഇവിടെ സെൽ ഡിവിഷൻ നടന്നിട്ട് ലാസ്റ്റ് നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് 4 ഹാപ്ലോയിഡ് സെൽസ് കിട്ടുന്നത്.
ചാൾസ് ഡാർവിൻ കൊണ്ട് സഞ്ചരിച്ച ഒരു കപ്പലാണ്. കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഗവേഷണം നടത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കപ്പൽ കൂടിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഗവേഷണ കപ്പൽ പുറത്തിറങ്ങിയത്. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ ഉപയോഗിച്ച ബീഗിൾ എന്ന സഞ്ചരിക്കുന്ന പരീക്ഷണ കപ്പലാണ്. അതിന്റെ ഒരു മോഡലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു പവലിയനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കാഴ്ചയുടെ വ്യത്യസ്തങ്ങളാണ്. അതായത് നമ്മളെ പൂച്ച എങ്ങനെയായിരിക്കും കാണുക, പാമ്പ് എങ്ങനെയായിരിക്കും കാണുക, ഒരു പക്ഷി എങ്ങനെയായിരിക്കും നമ്മളെ കാണുക എന്നുള്ളതിന്റെ വിഷ്വൽസ് നമുക്കിവിടെ കാണാൻ കഴിയും.
indigo cloth. Like indigo, it like the plant which is taken from indigo part is leaves. From leaves we will make the cloth color and we will put the. So the thing is, in ancient days, rich people, the people who were in higher positions, they use colors like indigo, red, yellow. Prestigious people. So for them, the indigo is the color which we export from India, which we export from other countries like Greek, Egypt, etc. countries. So majorly it takes the process from seed to prepare a indigo color cloth. It takes 6 months. So 3 months is for like from seed to harvesting. So the process starts from step 1 after harvesting. It takes totally 7 steps. So before harvesting, it like indigo crop is grown in rainy season, and per acre it takes 8 kgs of good quality seeds to in acre. And after harvesting the seeds, the leaves were cutted in crushed and everything. So they kept overnight at least 16 to 18 hours in the fermentation process. After that, the process starts from here. After boiling, settling, manual stepping, it is a hard, takes long process, so difficult. And the thing, this is last process which we can to make a cloth or to make cakes. Still, this is the process. Like it is nowadays. No. Yeah, nowadays machines were available, so it is for us easy to make after this stage. Like after fermentation, it is very easy to make a cloth. Yeah. Where are you from? Like I am from Telangana, so I am a UG student of Kerala Central University. Yeah, our department is in Kerala Central, Thiruvananthapuram. BA International, Pattam. ഇത് ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മളെ അല്ലാത്ത പെൻഡുലംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ടു ആൻഡ് ഫ്രോ ഒരേ ഡയറക്ഷനിലായി നിന്ന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലായിരിക്കും തിരിച്ചും പോകുന്നത്. പക്ഷെ ഇതിന്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് ട്രജക്ടറി ആയിരിക്കും. അതിന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലാൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഔട്ട് വരുന്നത്. ഇതിൻ്റെ ഇത് ഈ ഒരു പെൻഡുലം എന്ന് പറയുന്നത് മറ്റു കേസുകളിൽ സാധാ പെൻഡുലംസിൽ സിംഗിൾ സസ്പെൻഷൻ ആണെങ്കിൽ ഇത് 2 സൈഡിൽ സസ്പെൻഷൻ ആയതാണ് ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ ട്രജക്ടറി വരുന്നത്. ഇതിങ്ങനെ കുറച്ചൊരു ഇതെന്താണ് പറഞ്ഞത് സർക്കുലർ ആയിട്ടും ഇതൊക്കെ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് ക്യൂറി പോയിന്റിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ക്യൂറി പോയിന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് മാറുന്നു പറഞ്ഞാൽ ഈ ഫെറോയിൽ നിന്ന് ഡയോയിലേക്ക് ട്രാൻസിഷൻ വരും ഒരു ടെമ്പറേച്ചറിൽ. സപ്പോസ് ഇതിന്റെ ടെമ്പറേച്ചർ ഇതിന്റെ ക്യൂറി പോയിന്റ് 100°C ആണെങ്കിൽ ഈ കോയിലിനെ ഹീറ്റ് ചെയ്ത് 100°C എത്തുമ്പോഴത്തേക്ക്
എൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നഷ്ടപ്പെട്ട് ഈ അട്രാക്ഷൻ്റെ മാറി ഇത് റിപ്പൽ ചെയ്ത് പിന്നെ അത് പെൻഡുലം പോലെ ആടാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ യൂസ്. ഇതിൻ്റെ ആ 3 സെൽഷ്യസ് എന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതാണ് ഇതിൻ്റെ ക്യൂറി പോയിന്റ്. ഈ പെൻഡുലത്തിന്റെ ഔട്ട് എന്ന് പറയുന്നത്, ഈ ഔട്ട് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഈ ടി ഷേപ്പ് സ്ട്രക്ചർ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ റൊട്ടേഷൻ കൊണ്ട്. രണ്ടാമത്തെ സർക്കിളിന്റെ റീസൺ എന്ന് പറയുമ്പോഴേക്ക് ഈ 3 പെൻഡുലത്തിന്റെ ഇൻഡിവിജ്വൽ റൊട്ടേഷൻസ് ഇമ്പോസ് ചെയ്ത് ഒരു സർക്കിൾ പോലെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ഔട്ട്, സർക്കുലർ ഔട്ട് കിട്ടുന്നത്. ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 3 പെൻഡുലങ്ങളും മൂവ്മെന്റ്സ് ഇമ്പോസ് ചെയ്ത് ഒറ്റൊരു മൂവ്മെന്റ് ആയിട്ട് വരും. ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ സോളിഡ് മോളിക്യൂൾസിന്റെ മോളിക്കുലർ അറേഞ്ച്മെന്റ്സിനെ ഇലിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഗ്യാപ്സ് വരുമല്ലേ മാം സോളിഡ് മോളിക്യൂൾസ്. മറ്റേ ലിക്വിഡും ഗ്യാസസും പോലെ ക്ലോസ്ലി പാക്ഡ് അല്ല. ഇതെന്ന് പറയുന്നത് ഈ 7 ഷേപ്സ് 7 ബ്ലോക്സ് കൊണ്ട് ഈ ഷേപ്പുകൾ ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ഈ ഒരു ബ്ലോക്കിന്റെ യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇത് ഇൻഫ്രാറെഡ് റേ ആണ്. ഇത് 2 വാട്ടർ ഫിൽഡ് കണ്ടെയ്നേഴ്സുമാണ്. അപ്പം നമ്മൾ ഓണാക്കുമ്പോഴത്തേക്ക് ഈ റേഡിയോ മീറ്ററിന്റെ വേവ് റൊട്ടേറ്റ് ആയാലും, കാരണം വെച്ചാൽ ഈ വാട്ടർ ഫിൽഡ് കണ്ടെയ്നേഴ്സ് അബ്സോർവ് ചെയ്യും. പിന്നെ ഇത് മാറ്റുമ്പോഴത്തേക്ക് ഓണാക്കുമ്പോഴത്തേക്ക് ചെറിയ നമുക്കൊരു മൂവ്മെന്റ് വരും. കാരണം ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ അബ്സോർപ്ഷൻ കാരണം അത് റൊട്ടേറ്റ് ചെയ്യും. ചെറുതായിട്ടൊരു മൂവ്മെന്റ് കാണുന്നുള്ളൂ. അതാണ് എൻ്റെ യൂസ്. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മളാ ഈ അറ്റ്മോസ്ഫിയറിലെയും നമുക്ക് വാട്ടറിലേക്ക് ഇത് ഇൻഫ്രാറെഡ് റേസ് ആക്കി അബ്സോർവ് ചെയ്യും. അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുന്നത് വെൽവെറ്റ് ഹാൻഡ് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെൽവെറ്റ് സർഫസിൽ ഒരു 5-6 സെക്കൻഡോളം റബ്ബ് ചെയ്ത് അതുപോലെ തന്നെ ഇപ്പുറത്തെ റബ്ബ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ആ ഒരു ഇല്യൂഷൻ നമ്മളെ പാംസിൽ ഫീൽ ചെയ്യും. അതാണ് വെൽവെറ്റ് ഹാൻഡ് ഇല്യൂഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So basically what we did is we grew chemical gardens, and what that is when you put metal salts into sodium silicate solution, you get tubular growth. Now why this happens is because you can look at the mechanism here. So what happens is when you put a metal salt in, the outer layer interacts with the sodium silicate and it forms a metal silicate semi-permeable membrane. Through this membrane, water comes in and the osmotic pressure inside increases.
Due to this osmotic pressure increase, there's a tiny rupture in the membrane, and this rupture leads to jetting out of the salt solution. And further, the salt solution interacts with the sodium silicate and forms these tubular growths. Now, these tubes are hollow tubes, so they have many practical applications. So one thing is you can use them to store stem cells or cancer cells because they're very tiny. There were 3 other applications that we tested. So the first one was we tried to integrate quantum dots into this so that we can have photoluminescent tubes. And how we did this was, in ZNS solution, we added CDSE quantum dots and then injected that solution into sodium silicate at a constant rate so that we could get tubes of the diameter we want. And this is what we made in our lab. And you can see that they glow in the dark. So these can be used as biomarkers. The next one is, so if you look at the tubes closely, you can see that they don't have a straight growth, rather they have a hill and valley structure. So this hill and valley structure helps absorb gases. So we thought, why not use this to absorb harmful gases? So sulfur and ammonia are 2 of the major pollutants in industry. And if you grow copper gardens, you can absorb ammonia, and if you grow aluminum gardens, you can absorb sulfur gases. And the last thing we did was we tried to understand how cement hardens. So cement contains calcium hydroxide and silicate, and when you add water, they react to form multiple mini tubules, and this is what gives the structural integrity of cement. So what we did was, in agarose gel, we added cobalt chloride and sodium silicate solution, and we saw that eventually, like over a day, it resulted in the hardening of the agarose gel. So we came to the conclusion that Portland cement also hardens this way. ഫ്യൂച്ചർ ബാങ്കിങ് കൺസെപ്റ്റ് ആണ്. അതായത് നമ്മുടെ ഒരു 2050 ആകുമ്പോൾ ബാങ്കിങ് രീതികൾ എങ്ങനെ മാറും, അതായത് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് VR വെച്ചിട്ട് നമുക്ക് കാണിക്കുന്ന പ്രോഗ്രാമാണ്. അതായത് ഒരു 360 ഡിഗ്രി നമുക്ക്, അതായത് നമ്മളൊരു നോർമൽ ലൈഫിൽ എങ്ങനെയായിരിക്കും നമ്മളൊരു 2050 പോകുന്ന രീതിക്ക് നമ്മൾ ചെയ്യുന്ന